കേരള നവോത്ഥാന നായകനും ആധ്യാത്മിക ആചാര്യനുമായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണങ്ങൾ വിവിധ ചടങ്ങുകളോടെ സമാപിച്ചു. ഒരു വർഷക്കാലമായി നടന്നു വന്നിരുന്ന വിവിധ പരിപാടികൾക്കാണ് സമാപ്തി കുറിച്ചത്. മഹാസമാധി ദിനത്തിൽ ആശ്രമത്തിലെ പ്രത്യേക പൂജയും പ്രാർത്ഥനകൾക്കും ശേഷം ശ്രീമദ് ഭാഗ്യാനന്ദ തീർത്ഥപാദ മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനം കേന്ദ്ര സംസ്കൃത സർവകലാശാല ഡയറക്ടർ പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ചട്ടമ്പി സ്വാമികൾ സ്വയം പ്രകാശിച്ച് സമൂഹത്തിന് മുഴുവനും വെളിച്ചം പകർന്ന മഹായോഗിയാണെന്ന് പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. स्वदेशी पूजते राजा विद्वान सर्वत्र पूज्यते. विद्वत्वम स्कॉलरशिप, विद्वत्वम निपत्तम राजा. विद्वान और राजा की पूजा कहाँ होती है? विद्वान की पूजा पूरे विश्व में हो सकता है, लेकिन राजा की पूजा यहीं पर. मान लीजिए यहाँ के मुख्यमंत्री हैं, केरला के मुख्यमंत्री हैं, उनको कौन जानेगा? केरला के लोग जानेंगे. वो बाहर जाएंगे तो वहाँ के मुख्यमंत्री नहीं है, लेकिन यहाँ का जो स्वामी जी, यहाँ के स्वामी जी हैं, जहाँ जाएंगे वो सब स्वामी जी हैं. स्वामी जी यहाँ भी स्वामी जी हैं, जहाँ जाएंगे सब संपूर्ण भारत में पूरे विश्व जहाँ जाएंगे, he has got the same respect. मतलब विद्वान का respect वही सेम रहेगा, but the politician do not have that respect. So differs. विद्वान और राजा अंतर ही है. പരമഭട്ടാര ഗുരുകുലം വിദ്യാപീഠം ട്രസ്റ്റ്, പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ശ്രീനി സി അധ്യക്ഷത വഹിച്ചു. വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹാഗുരുവർഷത്തോടനുബന്ധിച്ച് നടത്തിയ സർഗോത്സവം 2024 മത്സരങ്ങളിൽ വിജയിച്ചവരെ സമ്മേളനത്തിൽ സമ്മാനങ്ങളും സാക്ഷ്യപത്രങ്ങളും നൽകി അനുമോദിച്ചു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം EN നന്ദകുമാർ, പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ മനോജ് മോഹൻ, വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി BK പ്രിയേഷ് കുമാർ, പരമഭട്ടാര ഗുരുകുലാശ്രമം സേവാ സംഘം പ്രസിഡന്റ് NN രാജൻ, പ്രോഗ്രാം കോർഡിനേറ്റർ KG ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള.